പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുന്ന അതിനിർണായകമായ സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. ഓരോ നിമിഷവും പുറത്തുവരുന്ന വാർത്തകൾ വലിയൊരു ആഗോള ദുരന്തത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ മേഖലയിൽ സമാധാനമെന്നത് വെറും സ്വപ്നമായി മാത്രം മാറുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തങ്ങളുടെ നിലപാടുകളിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത് സ്ഥിതിഗതികൾ ഇത്രത്തോളം സങ്കീർണമാക്കുന്നു. കരാറിലെത്തിയില്ലെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരത്തിന് ശേഷം വെടിനിർത്തൽ വിട്ടു നൽകില്ലെന്നും ഇറാനുമേൽ കനത്ത ബോംബാക്രമണം ഉണ്ടാകുമെന്നുമാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. അതേസമയം അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടതായും JD വാറന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനായി 6ഓളം അമേരിക്കൻ വിമാനങ്ങൾ ഇതിനകം പാകിസ്ഥാനിലെ സുർഖാൻ വ്യോമതാവളത്തിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം പിൻവലിക്കാതെ യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭീഷണിയുടെ നിഴലിൽ നിന്നുകൊണ്ട് ഒത്തുതീർപ്പിനില്ലെന്നും ഇറാന്റെ കീഴടങ്ങൽ ആരും പ്രതീക്ഷിക്കേണ്ടെന്നും അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചതോടെ സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രത്തോളം രൂക്ഷമായതെന്ന് പരിശോധിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവുമാണ് പ്രധാന കാരണങ്ങളായി മാറുന്നത്. ലോകത്തിന്റെ ഊർജ്ജ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഇറാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചതും അതിനെതിരെ അമേരിക്ക ശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതുമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. ഇറാന്റെ ചരക്ക് കപ്പലിനെ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തത് തീയിൽ എണ്ണയൊഴിച്ചതിന് സമാനമായി തങ്ങളുടെ ജീവനക്കാരും കുടുംബങ്ങളും കപ്പലിൽ ഉള്ളതുകൊണ്ടാണ് തൽക്കാലം തിരിച്ചടി നൽകാത്തതെന്നും എന്നാൽ ഏതു നിമിഷവും ആഞ്ഞടിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും ഇറാന്റെ സൈനിക വിഭാഗമായ IRGC വ്യക്തമാക്കുന്നു. പാക് സൈനിക മേധാവി അസീം മുനീർ ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് സംസാരിച്ച് ഉപരോധം ചർച്ചകൾക്ക് തടസ്സമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തീക്കളി വേണ്ട എന്ന ഇറാന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ട്രംപും തന്റെ കടുംപിടുത്തം തുടരുകയാണ്. ഇറാന്റെ ഭാഗത്തേക്ക് പോകുന്ന കപ്പലുകളിൽ നിയന്ത്രണം പാടില്ലെന്ന ആവശ്യവും അമേരിക്ക തള്ളിക്കളഞ്ഞു. ചർച്ചയുടെ വേദി ഒരു കീഴടങ്ങലിന്റെ വേദിയാക്കി മാറ്റാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന ഇറാന്റെ ആരോപണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. യുദ്ധം വഷളായതോടെ സംഘർഷം ഹോർമൂസിൽ നിന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. UAEയുടെ തന്ത്രപ്രധാനമായ മേഖലയിൽ ഇറാൻ അനുകൂല സംഘടനകൾ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടതായും നിരവധി പേർ പിടിയിലായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഏതാണ്ട് 28,000-ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് UAE ലക്ഷ്യം വെച്ച് വന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിൽ 96% ആക്രമണങ്ങളെയും തടയാൻ UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചെങ്കിലും ഈ നീക്കങ്ങൾ മേഖലയിലെ ബിസിനസ് സുരക്ഷാ അന്തരീക്ഷത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാൻബൂ തുറമുഖം ഉൾപ്പെടെയുള്ള ഹോർമൂസിന് പുറത്തുള്ള തുറമുഖങ്ങളെയും യുദ്ധമുഖമാക്കി മാറ്റുമെന്ന ഇറാന്റെ പുതിയ ഭീഷണി പുറത്തുവരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെയും ജനവാസ മേഖലകളെയും പോലും ഡ്രോൺ ഭീഷണിയിലായതോടെ ഈ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ മാത്രമല്ല ആഗോളതലത്തിൽ മുഴുവൻ രാജ്യങ്ങളെയും സാമ്പത്തികമായി തകർക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാൻ കാരണമാകുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണ വാതക പ്ലാന്റുകൾക്ക് നേരെയുള്ള ഭീഷണി ആഗോള വിപണിയെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. വിമാന കമ്പനികൾ ഇന്ധനക്ഷാമം മൂലം ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയതും പല രാജ്യങ്ങളിലെയും എയർ സ്പേസുകൾ അടച്ചതും പ്രവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും യാത്രകൾ അനിശ്ചിതത്വത്തിലാക്കി. കൂടാതെ ഇറാൻ അയക്കുന്ന താരതമ്യേന ചിലവ് കുറഞ്ഞ ഡ്രോണുകളെ തകർക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിസൈലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നത് ആ രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിപ്പിക്കുകയും ആഗോള ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ആശങ്കയോടെ വിപണിയിൽ നിന്ന് പിന്മാറുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇത് പരോക്ഷമായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ യുദ്ധത്തിന്റെ ആഘാതം നേരിട്ട് അവരുടെ അടുക്കളകളിലേക്കാണ് എത്തുന്നത്. ഇന്ധനവില വർദ്ധിച്ചതോടെ ചരക്കു നീക്കത്തിനുള്ള ചിലവ് ഉയരുകയും പച്ചക്കറി മുതൽ അരിയും മരുന്നും വരെയുള്ള അവശ്യ വസ്തുക്കൾക്ക് ഇരട്ടിയിലധികം വില നൽകേണ്ട അവസ്ഥയാണ് സാധാരണക്കാരന് വന്നെത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനോ നാട്ടിലേക്ക് മടങ്ങാനോ കഴിയാത്ത സാഹചര്യം അവരുടെ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ധനവിലയിലുണ്ടായ വർധനവും ഭക്ഷണ സാധനങ്ങൾക്ക് നേരിടുന്ന കടുത്ത ക്ഷാമവും സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റിയിരിക്കുകയാണ്. പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ പോലും റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം ജനങ്ങൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിലെ മീനാബിൽ ഒരു സ്കൂളിന് നേരുണ്ടായ ആക്രമണം സിവിലിയന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭീതി ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ രാസവളങ്ങളുടെ കയറ്റുമതി തടസ്സപ്പെട്ടത് കർഷകരെ ബാധിക്കുകയും വരും മാസങ്ങളിൽ ആഗോളതലത്തിൽ വലിയ ഭക്ഷ്യക്ഷാമത്തിന് തന്നെ കാരണമാവുകയും ചെയ്തേക്കാം. ചുരുക്കത്തിൽ ഭരണാധികാരികളുടെ വാശിപ്പുറത്ത് നടക്കുന്ന ഈ പോരാട്ടം തങ്ങളുടെ ഒരു തെറ്റുമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയാണ് ഇല്ലാതാക്കുന്നത്. സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകം മടങ്ങിയെത്തില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ പ്രവചനാതീതമായിരിക്കും. പശ്ചിമേഷ്യ
പശ്ചിമേഷ്യയിലെ ഈ നിഴൽ യുദ്ധം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ആധുനിക മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക മാനുഷിക ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഈ സാഹചര്യം അവസാനിക്കാൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഈ നിമിഷത്തിന്റെ അനിവാര്യത കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.